നാളും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അതിനുള്ള വഴി കണ്ടുപിടിക്കണം. ഞാൻ ഉപദേശിക്കുകയല്ല, വഴി പറഞ്ഞു തരികയുമല്ല. സാറിന് രണ്ടും ചെയ്യാം. രണ്ടും എളുപ്പമാണ്, പക്ഷെ അതുപോലെ പ്രവർത്തിക്കാനാണ് പ്രയാസം. എല്ലാ വശവും ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാവൂ. ഞാൻ നല്ലോണം ആലോചിച്ചു സാർ. കൃഷ്ണൻകുട്ടി മാത്രം ആലോചിച്ചാൽ പോരാ, ആ കുട്ടി ഏത് നിമിഷവും എന്നോട് പറയാൻ തയ്യാറാണ്. എന്റെ കൊക്കിൽ ജീവിതം നടത്തുന്ന കാലം ഞാൻ ഇന്ന് സമ്മതിക്കില്ല. മമ്മി എന്ത് പറഞ്ഞാലും ശരി, ഞാൻ കിച്ചണിൽ പോകും. അന്ന് ഞാൻ നിന്നെ കൊല്ലും. ഭാഗി, എന്താണ് ഇവിടെ? അമ്മയും മോളും കൂടെ ഈ വീട് കൊലക്കളമാക്കുമല്ലോ. അമ്മയും മകൾ, ഇവൾ എന്റെ മോള്. ഇങ്ങനെ ഒരു ജന്തുവിനെ ഞാൻ പെറ്റിട്ടില്ല. ഇങ്ങനൊരു സ്ത്രീ എന്റെ അമ്മയുമല്ല. നീലേ, പറഞ്ഞുകൊണ്ട് എന്താ അനാവശ്യം പറയാമെന്നോ? കേക്ക് മനുഷ്യ, കേക്ക്. ഇത്രയേറെ മുള്ളിപ്പിച്ച് നിങ്ങൾ ഒരുത്തന കണ്ട തെണ്ടികളുടെ കൂടെ പൊറുക്കണം പോലും. ഭാഗി, നീ അകത്ത് പോ, ഞാനുണ്ട് ഇവിടെ. ഓ, ഉണ്ട്. ഇനി ഇവിടെ ആരും വേണ്ട. നിങ്ങൾ കേൾക്കാനാ ഞാൻ പറയുന്നത്. ഇനി ആ തെണ്ടിയെ കുറിച്ച് ഒരു അക്ഷരോടെ മിണ്ടിപ്പോയ അന്ന് എന്റെ തനി ഗുണം അച്ഛനും മോളും കാണും. പറഞ്ഞേക്കാം. കിച്ചുവിന്റെ നീരയാണിത്. വരാം കിച്ചു, വരാം. ആരറിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ വരും. എങ്ങനെയും ഞാൻ എത്തും. പുരുഷൻ കൂടെ ഉണ്ടായാലും പേടിക്കാനൊന്നുമില്ല. എനിക്ക് പേടിയില്ല ചേച്ചി. അത് മതി. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെ മോളെ ആന്റി? ആളങ്ങ് മാറിപ്പോയല്ലോ. അപ്പൊ എന്നാ നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഒരു സദ്യ ഉണ്ടായിരുന്നതും പോയി റഹീമേ. ഒന്ന് കുസറാക്കോണത്താ അവന്റെ വീട്. ചിലപ്പോ ഒരു സമയോ വരട്ടെ ചേച്ചി. മോളെ ടാറ്റാ. കീഴായി കോണത്താണെങ്കിലും അല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ റഹീം? ഗ്രാമത്തിന്റെ ഒരു ഭംഗി. ഇതെന്താണ്? അയ്യോ സാർ, അത് കൃഷ്ണൻകുട്ടിയുടെ അപ്പൂപ്പന്റെ സമാധിയാണ്. വലിയ ആളായിരുന്നില്ലേ? മോളെ ലക്ഷ്മി, ആരൊക്കെ വരുന്നുണ്ടല്ലോ. ആരാ വരുന്നു നോക്ക്. കിച്ചേട്ടനാ, നമ്മുടെ കിച്ചേട്ടൻ. ആഹാ, വേറെ ആരൊക്കെ വരുന്നുണ്ടല്ലോ.
കിച്ചിട്ട അച്ഛൻ ഏതാണ് ഈ കുട്ടി? ഇടമരണം ഞാൻ പറയാം. ആരാ? കോൺട്രാക്ടർ പണിക്കരുടെ മകളെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു കേസ്. പക്ഷേ കാര്യങ്ങൾ ഇത്തരത്തിലാണെന്ന് അറിഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു. കേസും വഴക്കൊന്നും കൂടാതെ ഇത് ഇവിടം കൊണ്ട് തീർന്നല്ലോ. വരട്ടെ. ഓക്കെ, വരട്ടെ. ഇതുകൊണ്ട് തീർന്നെന്ന് ഞാൻ കരുതുന്നില്ല. മീരയുടെ ഫാദർ അത്രയ്ക്ക് സ്വാധീനമുള്ള ആളാണ്. ആ, ഇനി ഉടക്കാനാണ് ഭാവമെങ്കിൽ അപ്പൊ കാണാം. നിങ്ങളൊക്കെ തക്ക സമയത്ത് ഇടപെട്ടത് നന്നായി. നന്ദി പറയാനുള്ള പുറപ്പാടാണോ? സാരമില്ല, ഇതൊന്നും അത്ര കാര്യമാക്കരുത് കേട്ടോ. ഇടിച്ചു കിച്ചേട്ടാ. വടക്കേലെ വാസന്തി പറഞ്ഞു പോലീസ് പിടിച്ചോണ്ട് പോയാ ഇടുക്കി ഉരുട്ടയൊക്കെ ചെയ്യുമെന്ന്. അതിന് നീ എന്തിനാ കരയുന്നേ? അവർ ഞങ്ങളെ ഒന്നും ചെയ്തില്ല. എന്തോ നാടാക്കിച്ചു ഈ കേസും പോലീസും ഒക്കെ. വയസ്സുകാലത്ത് മനസ്സമാധാനത്തോടത്ത് കണ്ണടയ്ക്കാൻ നീ സമ്മതിക്കില്ല. അച്ഛൻ വിചാരിക്കുന്നതൊന്നുമില്ല. ആ, ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതി. എങ്ങാണ്ട് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് ആ മോളകത്ത് പോ. ഉള്ളിത്തീനെന്ന് പറഞ്ഞ കിച്ചടിന് ജീവനാണ്. അതും വറുത്തരച്ച് തന്നെ വെക്കണം. അയ്യോ, എങ്ങനെയാണ് ഉള്ളി എരിയുന്നത്? അതിന്റെ മൂടും തലയും വിരിച്ച് ഉടുന്തല്ലി മാത്രം കളഞ്ഞാ മതി. ഞാൻ ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഇതൊന്ന് കലക്കി അടുപ്പത്ത് വെക്ക. അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളി എരിയാം. എങ്കിൽ പിന്നെ ചേച്ചി എന്താ ചെരുപ്പിട്ടോണ്ട് വരാത്ത? സാരല്ലേ ലക്ഷ്മി, മുമ്പ് ഒരിക്കൽ കിച്ചേട്ടൻ എനിക്ക് 2 പൊക്കമുള്ള ചെരുപ്പ് വാങ്ങിക്കൊണ്ട് തന്നു. അതിട്ടോണ്ട് ഞാൻ ഒരു ദിവസം സ്കൂളിൽ പോയുള്ളൂ. എന്റെ കാല് 2ഉം പൊട്ടി. എനിക്കറിഞ്ഞൂടെ ചേച്ചി ചെരുപ്പിട്ടോണ്ട് തത്തക പുത്തക നടക്കാൻ.